ഞാൻ മുല്ലത്രം ഡാലി മുക്കാഞ്ചിരം അഥവാ സോമൻ ഗോപാൽപുരം. നാം സ്ഥിരം കേൾക്കാറുള്ളതാണ്, പലരുടെയും വായിൽ നിന്നും കേൾക്കാറുള്ളതുവാ, നമ്മൾ പറഞ്ഞിട്ടുള്ളതുവാ. ഓ, ഞങ്ങളുടെ അപ്പൻ ശരിയല്ല, ഞങ്ങളുടെ അപ്പനൊരു ചൂടന്, കാര്യത്തിനും കാര്യമില്ലാത്തതിനും എല്ലാം അങ്ങ് ചൂടാകും. ഞങ്ങളുടെ അപ്പൻ ചുമ്മാ അങ്ങ് തെറി വിളിക്കും, അളിഞ്ഞ് പൊഴുത്ത തെറി. ഓ, ഞങ്ങളുടെ അപ്പൻ കൊള്ളത്തില്ല. ഇങ്ങനെ പലരും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു പക്ഷെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളിൽ ചിലർ ഇത് പറഞ്ഞിട്ടുമുണ്ടാകും. പൊന്നുമക്കളെ, ഈ അപ്പന്മാരുടെ തെറിയുണ്ടല്ലോ, ഈ ചൂടാകുന്നത്, ദേഷ്യം, അതൊക്കെ ഒരു ബ്ലെസ്സിങ്സാണ്, ഒരു അനുഗ്രഹമാണ്. അപ്പോൾ നിങ്ങൾ പറയാം, എന്നാൽ പിന്നെ അപ്പൻ അങ്ങ് സ്ഥിരം തെറി പറഞ്ഞോട്ടെ എന്ന്. ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. അപ്പൻ്റെ ഈ ചൂടാകൽ, അപ്പൻ്റെ ഈ തെറി അഭിഷേകങ്ങളൊക്കെ ഒരു പക്ഷെങ്കിൽ പിൽക്കാലത്ത് അനുഗ്രഹങ്ങളായി തീർന്നിട്ടുണ്ട്. എന്നാൽ അനുഗ്രഹത്തിന് വേണ്ടി അപ്പം കയറി തെറി വിളിച്ചോ, തെറി മാത്രം അങ്ങ് പറഞ്ഞോ എന്നല്ല ഞാൻ പറഞ്ഞൊരു ഉദ്ദേശം. അവരുടെ ഈ ഫ്രീ മൈൻഡ്, അവർ മനസ്സിലൊന്നും ഒളിച്ചു വെച്ച് സംസാരിക്കുന്നവരല്ല, പറയുന്നവരും ആയിരിക്കത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ പട്ടണങ്ങളിൽ താമസിക്കുന്നവരൊക്കെ അയ്യോ പയ്യപ്പറ, അയൽവക്കക്കാർ കേൾക്കും, അയ്യോ പയ്യപ്പറ, അവർ കേട്ടാലോ, അയ്യോ ഒന്നും മിണ്ടാതിരിക്കുക, അവരറിഞ്ഞാലോ, ഇങ്ങനെ പറഞ്ഞ് എല്ലാം ഉള്ളിലൊതുക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ഈ BP ഷുഗറും ഒക്കെ അവരുടെ കൂട്ടത്തിലുള്ളതാണ്. പക്ഷെ ഗ്രാമവാസികളിലും ഈ ചൂടായി നടക്കുന്ന, ഈ എന്തിനും നീ പറഞ്ഞില്ലേ, ചൂടാകുന്നൊരു അപ്പൻ, തെറി വിളിക്കുന്ന അപ്പൻ, ഞാൻ എഴുതി വെച്ച് തരാം. ആ അപ്പൻ ഒരസുഖം കാണത്തില്ല, പറയാനുള്ളത് പറഞ്ഞു കളയും. അയ്യോ അവർ കേട്ടാൽ എന്തോ വിചാരിക്കും. അങ്ങനെ ഒളിച്ചു വെച്ചുള്ള ജീവിതമല്ല. മക്കളെ ആണെങ്കിലും ആരെയാണെങ്കിലും ശാസിക്കേണ്ടവരെ ശാസിച്ചിരിക്കും. ഒരു പക്ഷെങ്കിൽ ഭാഷ വൈബ്രേഷൻ ഉളവാക്കുന്നതായിരിക്കാം, വിറയ്ക്കുന്നതായിരിക്കാം. പക്ഷേ അവരുടെയൊക്കെ ജീവിതവും ജീവിത സ്റ്റൈലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഒന്നും മറച്ചു പിടിക്കുന്നവരല്ല. ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ കൂട്ടത്തിൽ ഓർക്കുകയായിരുന്നു, പണ്ട് ഞാൻ 4ാം ക്ലാസ് അങ്ങനെ പഠിക്കുമ്പോഴാണെന്ന് എൻ്റെ ഓർമ്മ. ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ, ജോയ് എന്ന പേര്, ജോസഫ് ചാക്കോ, എൻ്റെ ഒരു കസിൻ ബ്രദർ കൂടെ, അവൻ്റെ പെൻസിൽ ഞാൻ മോഷ്ടിച്ചുകൊണ്ട് വന്നു. അവൻ്റെ പെൻസിലിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതിൻ്റെ തലയ്ക്ക് അവിടെ ആയിട്ട് ഒരു ചുമല നിറം കൊണ്ടൊക്കെ കെട്ടി ഒരു റബ്ബർ ഉണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കണം, കൊച്ചുനാളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പം ചില പെൻസിലുകളുടെ അതിൻ്റെ തലക്കെട്ട് പോലെ മുകളിലായിട്ട് റബ്ബറുണ്ട്. അല്ല, ചുമല സ്വർണ്ണ തിളക്കമുള്ള ഇതുകൊണ്ടാണ് കെട്ടിയൊക്കെ വെച്ചിരിക്കുന്നത്. അത് കാണാൻ തന്നെ ഒരു രസമാണ്, അതിൻ്റെ ഒരു എടുപ്പ്, ഒരു ഗമയും. ഞാൻ അവൻ്റെ ഈ പെൻസിൽ മോഷ്ടിച്ചുകൊണ്ട് വീട്ടിൽ വന്നു. സന്ധ്യയ്ക്ക് ഞാനത് എഴുതിക്കൊണ്ടിരുന്നപ്പം ഞാൻ അച്ഛൻ അടുത്തൂടെ വന്നു. അച്ഛൻ ചോദിച്ചു, ഇത് എപ്പം മേടിച്ചടാ ഈ പെൻസിൽ, എവിടെ നിന്ന് മേടിച്ചടാ, എത്ര രൂപ എന്നൊക്കെ ചോദിച്ച കൂട്ടത്തിൽ ഉത്തരം പറയാൻ ആവാതെ ഞാൻ പരിങ്ങിയപ്പം അച്ചായിക്ക് സംശയം തോന്നി. പിന്നെ അച്ചായുടെ ഭാഷ മാറി. മിക്കവാറും അച്ചായിക്ക് കാണുന്ന ഒരു ഭാവമല്ല, ഒരു രൗദ്രഭാവം. പിന്നെ വിളിച്ചതൊരു പച്ച തെറിയാണ്. ആരുടെയാണ് എടുത്തുകൊണ്ട് വന്നതെന്ന് ചോദിച്ചിട്ട് അതുകൂടെ അങ്ങ് കൂട്ടത്തിൽ ചേർത്തു. വിറച്ചുപോയി. ഉള്ള കാര്യം സത്യം പറഞ്ഞു. ജോയിയുടെയാണ് അപ്പുറത്തെ, ഞാൻ അവൻ്റെ ബാഗിൽ നിന്ന് എടുത്തതാണ്, അവൻ്റെ സഞ്ചിക്കകത്തുനിന്ന്. കൊണ്ട് കൊടുത്തിട്ട് വാട കഴിവറുടെ മോനെ, ഒറ്റയടിയേ. പേടിച്ചു പോയി. മഴ ചാറുന്നുണ്ട്. പിന്നെ അടുത്ത ചൂടാകൽ, കൂട്ടത്തിൽ ഒരു തെറിയൂടെ. ഇരുട്ടാച്ചായി, ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ പോകും? പിന്നെ അടുത്ത ചൂടാകൽ, കൊണ്ട് കൊടുത്തിട്ട് വേടാ. ഒരു പെൻസില് കൂട്ടുകാരൻ്റെ കട്ടെടുത്ത് കൊണ്ടുവന്നു, മോഷ്ടിച്ചു കൊണ്ടുവന്നു എന്നതിന് അച്ചായൻ തരുന്ന ശിക്ഷ, അപ്പോൾ തന്നെ രാത്രിയിൽ തന്നെ ആ പെൻസില് കൂട്ടുകാരൻ്റെ വീട്ടിൽ കൊടുത്തയപ്പിച്ചു.
ആ തെരുവിളി, ആ ചൂടാകൽ വർഷങ്ങൾക്ക് ശേഷവും ഇന്നും കാതി മുഴങ്ങുമ്പോൾ ഉണ്ടല്ലോ, ചില തെറ്റുകൾ ചെയ്യാൻ തോന്നുമ്പം അറിയാതെ ആണെങ്കിലും ഒന്ന് ഓർത്ത് പോകും, അച്ചായി അടുത്തുണ്ടോ. ഇവരുടെയൊക്കെ ഈ തെറിവിളിയൊക്കെ മോനെ ഒരു ബ്ലെസ്സിങ് തന്നെ. നിന്റെയൊക്കെ അപ്പൻ അങ്ങനെ ആയിപ്പോയി. അങ്ങനത്തെ അപ്പനൊക്കെയാ മോനെ നല്ലത്. ഈ ബലപ്പെടുത്തൊന്നുമില്ല. അയ്യോ, അവർ കേൾക്കും, അവർ കാണും. അടിക്കണമെങ്കിൽ കർണക്കൂറ്റി നോക്കി ഒരെണ്ണം അടിച്ച് പോടാ പറഞ്ഞു പറയുന്ന ആ അപ്പനല്ലേ മോനെ നല്ലത്. പിൽക്കാലത്ത് അതൊക്കെ അനുഗ്രഹമായിട്ട് മാറും. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ മൂത്ത ചേട്ടൻ പറഞ്ഞൊരു കാര്യം ഞാൻ ഈ ഓർക്കുന്നുണ്ട്. മൂത്ത ചേട്ടൻ അദ്ദേഹം പഠിക്കാൻ, മൂത്ത ചേട്ടൻ വല്ലിച്ചാൻ എന്ന് വിളിക്കുന്ന മൂത്ത ചേട്ടൻ പഠിക്കാൻ അതിമെടുക്കാനായിരുന്നു, ഭയങ്കര പഠിക്കാൻ. 10ാം ക്ലാസ്സൊക്കെ ഭയ മാർക്കോടെയാണ് പഠിച്ചു. പ്രീ ഡിഗ്രിയും BSc ഒക്കെ കഴിഞ്ഞ് MSc വരെ തിരുവല്ല മർത്തോമ കോളേജിൽ MSc പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഈ തൂമ്പഞ്ചിറ എന്ന സ്ഥലം പായിപ്പാട് ചന്തയ്ക്ക് കിഴക്കുവശത്തായിട്ട്, അതായത് ന്യൂ ഇന്ത്യ കോളേജിൻ്റെ താഴ്വശത്തായിട്ട് ഞങ്ങൾക്കൊരു കുറച്ച് ഈ വെള്ളരിക്കയുടെ കൃഷിയുണ്ട് അവിടെ കണ്ടത്തിൽ. സന്ധ്യയ്ക്ക് അച്ചായൻ കോളേജിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ വല്ലിച്ചാനും കൂടെ പോയി അവിടെ ചെയ്യും. തമ്പിച്ചാൻ ഞാൻ രണ്ടാമത്തെ ചേട്ടനൊക്കെ പോകും. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന് ഒരു ദിവസം വിളവെടുത്ത് കഴിഞ്ഞ് അച്ചായി പായിപ്പാട്ട് ചന്തയിൽ കൊണ്ട് കൊടുക്കാൻ വല്ലിച്ചാനോട് പറഞ്ഞടാ, ഈ വെള്ളരിക്ക ഒരു 10-15 കാണും, ഒരു കൊട്ടയ്ക്കകത്താക്കിയിട്ട് പറഞ്ഞ് ചന്തയെ കൊണ്ട് കൊടുക്കടാന്ന്. പായിപ്പാട്ട് ചന്ത. അപ്പം വല്ലിച്ചാനൊന്ന് മടിച്ചു. MScക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നവൻ, ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയോട് അച്ചായ പറഞ്ഞു കൊടുക്കടാ, പായിപ്പാട്ട് ചന്തയെ കൊണ്ട് വിറ്റിട്ട് പാടാന്ന് പറഞ്ഞു. രാവിലെ കൊട്ട എടുത്ത് പിടിച്ച് തലയിൽ വെച്ച് കൊടുത്തപ്പം വല്ലിച്ചാൻ കരഞ്ഞുകൊണ്ട് ഞാൻ തന്നെ പോണോ അച്ചായി എന്ന് ചോദിച്ചപ്പം നീ തന്നെ പോണവടാന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞതൊക്കെ ഒരു ഇച്ചിരി കടുത്ത ഭാഷയിലായിരുന്നു. ദേഷ്യപ്പെട്ട് തെറി വിളിച്ച് കാണുമായിരിക്കും. എന്നിട്ടും വല്ലിച്ചാനൊന്ന് മടിച്ച് നിന്നെങ്കിൽ പോടാന്ന് 2 പറഞ്ഞു കഴിഞ്ഞപ്പോൾ വല്ലിച്ചാൻ പോയി. പായിപ്പാട് ചന്തയെ കൊണ്ട് അത് വിറ്റു. പായിപ്പാട് ചന്തയെ കൊണ്ട് പോകാൻ ഒരുങ്ങി കൊട്ടയുമായിട്ട് കൊണ്ട് പോയപ്പം അച്ചായി വിളിച്ച് പറഞ്ഞടാ, അത് വിറ്റ് കിട്ടുന്ന പൈസ നീ എടുത്തോ, നീ ചിലവാക്കിക്കോ. അന്ന് പായിപ്പാട് ചന്തയെ കൊണ്ട് ഈ വെള്ളരിക്ക വിറ്റിട്ട് വല്ലിച്ചാൻ ആ പൈസ എടുത്തു. ആ പൈസ വാങ്ങിച്ച വല്ലിച്ചാൻ അന്ന് കരഞ്ഞെന്നാണ് പറഞ്ഞത്. കരഞ്ഞുപോയി. അച്ചായി ചൂടായി പോകാൻ നേരത്തെ ഉപദേശിക്കുകയും ചെയ്തു, എടാ അധ്വാനിക്കുന്നവൻ ഒരിക്കലും ലജ്ജിക്കില്ല, അധ്വാനശീലൻ തോൽക്കുകയില്ല, അധ്വാനിക്കുന്നവൻ എങ്ങനെ ലജ്ജിക്കത്തില്ല, അതിന് മടിക്കേണ്ട കാര്യമൊന്നുമില്ല, നീ എത്ര ഉന്നതനായാലും. അച്ചായ എന്ന് പറഞ്ഞ കാര്യം വല്ലിച്ചാൻ എന്നെ ഓർപ്പിച്ച്. അന്ന് ആ പൈസ കൊടുത്തിട്ട് വല്ലിച്ചാൻ മേടിച്ചു കഴിഞ്ഞപ്പം വല്ലിച്ചാൻ തന്നെ അങ്ങ് സങ്കടപ്പെട്ട് കരഞ്ഞു പോയെന്നാണ് പറഞ്ഞ്. ആദ്യത്തെ അധ്വാനത്തിൻ്റെ ഫലം. പിന്നെയുള്ള ഭാഗം ശ്രദ്ധിക്കുക. ഈ വല്ലിച്ചാൻ പഠിച്ച് ഡോക്ടറായി. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും MBBS ഡിഗ്രി കരസ്ഥമാക്കി സൗദി അറേബ്യയിലെ അൽക്കോബാർ എന്ന സ്ഥലത്ത് ഡോക്ടറായി സേവനം അനുഷ്ഠിച്ചു. വിദേശത്ത് ഗൾഫ് രാജ്യത്ത് ഡോക്ടറിൻ്റെ ശമ്പളമൊക്കെ ഏകദേശമൊക്കെ നിങ്ങൾക്ക് അനുമാനിക്കാം. ആ ശമ്പളം മേടിക്കുമ്പോഴും വല്ലിച്ചാൻ പറയുന്നേ, എടാ എനിക്ക് അന്ന് കിട്ടുന്ന ശമ്പളം ആ വെള്ളരിക്കായ്ക്ക് എനിക്ക് വിറ്റപ്പോൾ കിട്ടിയ ആ അത്രയും വെയിറ്റ് വരത്തില്ലെന്ന്. എടാ അപ്പൻ്റെയൊക്കെ ചില തെറിവിളിയും ചില ചൂടാകലും ചില വാക്കുകളൊക്കെ ഉണ്ടല്ലോ മോനെ, അനുഗ്രഹമാണ്. പിൽക്കാലത്ത് നീയൊക്കെ അത് ഓർമ്മിക്കും. ആ ശബ്ദത്തിന് വേണ്ടി കാതോർക്കും അപ്പനില്ലാത്തൊരു സമയം വരുമ്പം. അതുകൊണ്ട് നിൻ്റെയൊക്കെ അപ്പൻ ഇങ്ങനെ ആയത് സന്തോഷിക്കുക. അപ്പൻ്റെ ഈ ദേഷ്യപ്പെടലും അപ്പൻ്റെ ഈ തെറിവിളിയും അപ്പൻ്റെ ഈ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള പെരുമാറ്റമൊക്കെ അവർക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ ആധിക്യം കാണിക്കുക. അവരൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടൊന്നുമല്ല, നിങ്ങൾ നന്നാകണമെന്നൊരു ഒറ്റ ചിന്തയോടെ. അവർ മനസ്സിലൊന്നും ഇരിക്കുന്നില്ല. അതാണ് പറഞ്ഞത്, ഗ്രാമപ്രദേശങ്ങളും സിറ്റിയിലുള്ളവനൊക്കെ ഒരു 40-50 വയസ്സും BP ഷുഗറും ഒക്കെ പിടിക്കും. അയ്യോ ആരും അറിയരുത്, ആരും കേൾക്കരുത്, അയ്യോ ആരും പറയരുത്, മിണ്ടരുത്, ഇതൊന്നും മിണ്ടാതിരിക്കും മനുഷ്യനെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കും. ഒരു ഗ്രാമത്തിലുള്ളവനൊക്കെ പറയാനുള്ളത് പറഞ്ഞു തീർക്കും. അവന് BP ഇല്ല, ഷുഗറും ഇല്ല. നിങ്ങളൊന്ന് അങ്ങോട്ട് ഒന്ന് പരിശോധിച്ച് നോക്കി, സിറ്റിയിലുള്ളവർ എത്ര നാൾ ജീവിക്കുന്നൊന്നും ഗ്രാമത്തിലുള്ളവനൊന്നും ഒക്കെ. അപ്പനെന്നും മക്കളെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. ചിലപ്പോൾ ഒക്കെ ഈ പിള്ളേരൊക്കെ അപ്പനോട് ചിലപ്പോൾ ചൂടായൊക്കെ സംസാരിക്കത്തില്ലേ, അപ്പം മിണ്ടാതെ തിരിഞ്ഞ് ഈ പട്ടിക്ക് പാലും ചുരുട്ടി പോകുന്ന പോലെ പോകുന്ന കണ്ടിട്ടില്ലേ? നിങ്ങളൊക്കെ തന്നെ ചൂടായി കാണും. ഞാനും ചൂടായിട്ട് വന്ന എൻ്റെ ഓർമ്മ. അപ്പം തോക്കുന്നത് മക്കളുടെ മുമ്പിൽ മാത്രമാണ്. ലോകത്തിൽ ഒരു ശക്തിയുടെ മുമ്പിലും ഒരപ്പനും തല കുനിക്കത്തില്ല. ഒരപ്പൻ തല കുനിക്കുന്നത് മക്കളുടെ മുമ്പിൽ മാത്രം. അതുകൊണ്ട് അപ്പൻ പ്രായമാകുമ്പം വാക്കുകൾ സൂക്ഷിക്കുക, അവരെ ആദരിക്കുക, സ്നേഹിക്കുക, മാനിക്കുക, കൂടെ തന്നെ നിർത്തുക,
ചേർത്ത് പിടിക്കുക, കഴിയുമെങ്കിൽ ആലിംഗനം ചെയ്യുക. അപ്പനെ മാനിക്കണം, സ്നേഹിക്കണം. ഞാൻ മുല്ലത്തറ മുക്കാഞ്ചിരം അഥവാ സോമൻ ഭോപ്പാൽപുര.